ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ അതൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള പാല് പറഞ്ഞ ചായയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുകയാണ്. കുട്ടികളൊക്കെ കുടിച്ചിക്കണു. ഓലൊക്കെ അവിടെ മദ്രസ വിട്ട് വന്നിക്കണു. പൊന്നു മദ്രസ വിട്ട് വന്നിക്കണു. മറ്റവരൊക്കെ മദ്രസക്ക് പോയിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കാൽ ചായ കുടിക്കുകയാണ്. പിന്നെ ഇന്നത്തെ കടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും വീഡിയോയിൽ കാട്ടിത്തരുന്നില്ല. അപ്പോൾ അങ്ങനെ ദോശയും അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾ മീൻ വാങ്ങിയിരുന്നു കേട്ടോ. മീൻ ഇതിന് നമ്മൾ ഈ വലിയ മീൻ നമ്മൾ ഇവിടെ സിലോപ്പി എന്നാണ് പറയുക. ചെറിയ മീനിന് നത്തൾ എന്നിട്ടോ പറയുക നമ്മളിവിടേക്ക്. നമ്മളെ ഈ സ്ഥലത്ത് കഥ പറയുക. പലയിടത്തേക്കും നത്തളിന് വേറെ പേരും ഇതിനൊക്കെ വേറെ വേറെ പേരുകളൊക്കെ കറക്റ്റ്. പിന്നെ അത് നമ്മൾ ചോറ് ഇവിടെ റെഡി ആക്കണം. ചായയുടെയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. അതൊന്നും ഞാൻ കാട്ടിയിട്ടില്ല. പിന്നെ ചോറ് ഇത് നമ്മൾ ഈ കുക്കറിലാണ് കേട്ടോ. അപ്പോൾ വലിയ കുക്കർ എടുത്തിക്കണം. നമ്മൾ ഇവിടെ വാടക വീട്ടിലാണ്. അപ്പോൾ അടുപ്പില്ല. അപ്പോൾ മേലെ വെച്ചിരിക്കുന്നത്, അതായത് നമ്മൾ റാക്കിൻ്റെ മേലെ വെച്ചിരിക്കുന്നത് കേട്ടോ ഈ കുക്കർ. നമ്മൾ ചെറിയ കുക്കറിലാണ് ചോറ് വെച്ചിരുന്നത് ഇത്രയും ദിവസം. അപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് ഏതായാലും ഇനി മുതൽ ഇതിൽ വെക്കാമെന്ന ഒരു വട്ടം വെച്ചാൽ മതിയല്ലോ. മറ്റേത് നമ്മൾ രാവിലെയും വെക്കും, പിന്നെ രാത്രി ചൂടുള്ള ചോറിന് വേണമെങ്കിൽ അങ്ങനെ വെക്കലാണ് കേട്ടോ. ഇതിലാകുമ്പോൾ പിന്നെ ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 നേരത്തേക്ക് നമുക്ക് ചോറുണ്ടാവും. പിന്നെ അതമ്മ നത്തൾ നന്നാക്കുന്നുണ്ട് കേട്ടോ. നത്തളുണ്ട്, മറ്റേ സിലോപ്പി മീനും ഉണ്ട് കേട്ടോ. അങ്ങനെ അത് മസാലയൊക്കെ തേച്ച് കൊണ്ട് ഇതിൽ സാധാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ മസാല തേച്ച് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിയിൽ കുറച്ച് സൂതമീൻ്റെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യം പൊരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതാദ്യം പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് നത്തളം കൂടി അതിൽ കൂടെ ഇട്ട് കൊടുക്കാറും ആദ്യം അങ്ങനെ പൊരിക്കണം. അപ്പോൾ ഈ മീൻ ഉച്ചകലേക്ക് എടുക്കുക, പിന്നെ മറ്റേത് നമുക്ക് രാത്രി പൊരിക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. സിലോപ്പി മീൻ രാത്രി എടുക്കാമെന്ന് പറഞ്ഞിരിക്കണം നമ്മൾ. അങ്ങനെ മീനൊക്കെ ഇതാ പൊരിച്ചിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ ഇടാനൊക്കെ ഒരു തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചേമ്പ് ഇട്ടിരുന്നു. നമ്മൾ മിഞ്ഞാന്ന് വാങ്ങിക്കൊടുന്ന ചേമ്പാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ എടുത്ത ചേമ്പ് കേടാണ്. അത് തൻവി പറയുന്നു കേട്ടോ. കുറച്ച് അപ്പോൾ ചേമ്പും കൂട്ടാൻ അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേമ്പ് ഇത്ര നേരം വലിയ കേടൊന്നുമില്ല കേട്ടോ. ക്യാമറയുടെ മുമ്പിൽ വന്നപ്പോ എടുത്തേക്ക്. പിന്നെ നമ്മളെ ലൈബി ഐഫൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ലൈബിയൊക്കെ ഉണ്ട് ഇവിടെ. ഓലിങ്ങനെ കളിക്കുകയാണ് ഇവിടെ. മദ്രസ കൂട്ട് വന്നിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ തൊട്ടപ്പുറത്തെ കുഞ്ഞു ബെല്ലേക്കൻ അടിച്ചു. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. സപ്പോർട്ടും ചെയ്യാം. അപ്പൊ എല്ലാവരും ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ, മറക്കാതെ തന്നെ. അപ്പം എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കൂന് വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇത് വെക്കണമെന്ന് കാട്ടി തരുന്നില്ല. നമ്മളിങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂന് നമ്മൾ സാധാരണ വെക്കണ പോലെ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് കാട്ടിത്തരാനൊന്നും ഇല്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് വെക്കണത് കാട്ടിത്തരാത്ത. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കുറച്ചു നേരം കിടക്കട്ടെ.